ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവൻ ഇളയതേ പോലെയും നല്ല നിലത്ത് നിന്ന് വേർമുളച്ചു കൊടുക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോപത്തിനില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. നമുക്കറിയാവുന്ന കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. കർത്താവിന്റെ ലോക ജീവിതത്തെ കുറിച്ച് പറയുകയാണ്. അവൻ ഇളയതൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെ എന്ന് വെച്ചാൽ വളരെ പ്രതികൂല സാഹചര്യത്തിലൂടെ ഒരിക്കലും ഒരു വരണ്ട നിലത്തിൽ ഒന്നും മുളയ്ക്കാനായിട്ട് സാധിക്കില്ല. ഒക്കെ തളർന്ന് കരിഞ്ഞു പോകുന്ന സമയം. എന്നാൽ അവിടെ കർത്താവ് വളർന്ന് വരണ്ട നിലത്ത് നിന്ന് വേർ മുളച്ചു വരുന്നത് പോലെ കർത്താവ് ജനനം മുതല് ഗെത്സമനത്തോടെ കാൽവരി ക്രൂശിന്റെ മരണം വരെയും ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിലാണ് കർത്താവ് ജനിച്ചതും വളർന്നതും. കുറെ കാര്യങ്ങൾ നമുക്കറിയാം. അവസാനം തന്റെ ശരീരം യാഗമായി അർപ്പിക്കുമ്പോഴൊക്കെയും വളരെ പ്രതികൂലത്തിലൂടെയാണ് കടന്നുപോയത്. അങ്ങനെ കടന്നുപോയത് കൊണ്ടാണ് ഇന്ന് നമ്മൾക്ക് ഈ സന്തോഷത്തോടു കൂടി ഇവിടെ ഇരിക്കാനായിട്ട് സാധിച്ചത്. എന്നാൽ അത് യെശയ്യാ പ്രവചനം തന്നെ 61-ാം അധ്യായം അതിന്റെ 10-11 വാക്യം. എന്റെ ഉള്ളം എന്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു. നീതി എന്ന അങ്കി വിടുവിച്ചിരിക്കുന്നു. ഭൂമി തൈകളെ മുളപ്പിക്കുന്നത് പോലെയും തോട്ടം അതിൽ വിതച്ച വിത്തിനെ കിളിർപ്പിക്കുന്നത് പോലെയും യഹോവയായ കർത്താവ് സകല ജാതികളും കണ്ട് നീതിയെയും സ്തുതിയെയും മുളപ്പിക്കും. ഇന്ന് അതിന്റെ 63-ാം അധ്യായത്തിലെ ആദ്യ ഭാഗം പറയുന്നുണ്ട് ആരാണ് എന്നുള്ളത്. ആരാണ് ഞാൻ മുളപ്പിക്കുന്നത്? എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്റെ അഭിഷേകം ചെയ്തിരിച്ചുകൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതൽ, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും. അങ്ങനെ എളിയവരും ദരിദ്രരും ബദ്ധന്മാരും അല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ലാത്തവരുമായിരുന്ന അവർ ഇപ്പോ പറയുകയാണ് അവരാണ് സ്തുതി മുളപ്പിക്കുന്നത്. എങ്ങനെ സ്തുതി മുളപ്പിക്കുന്നത്? ഭൂമി തൈകളെ മുളപ്പിക്കുന്നത് പോലെയും തോട്ടം അതിൽ വിതച്ച വിത്തിനെ കിളിർപ്പിക്കുന്നത് പോലെയും എന്ന് വെച്ചാൽ വളരെ അനുകൂലമായ സാഹചര്യത്തിൽ കർത്താവ് ജനിച്ചു വളർന്ന് വളരെ പ്രതികൂലമായ സാഹചര്യത്തില്. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് സ്തുതി തോട്ടം സ്വതവേ തൈകളെ കിളിർപ്പിക്കുന്നത് പോലെ അനുകൂലമായ സാഹചര്യത്തിൽ ഇന്ന് നമ്മളെല്ലാവരും വളരെ ഹൃദയത്തിൽ പല എന്തെല്ലാം വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നാലും നമ്മൾ ഇവിടെ വന്നത് എങ്ങനെയാണ്? കർത്താവിനെ സ്തുതിക്കുവാൻ ഒരുക്കപ്പെട്ട ഹൃദയത്തോടുകൂടി വന്ന് ഒരു പ്രതികൂലവും നമുക്കുണ്ട്. നമ്മൾ വളരെ ഇവിടെ ഭൂമി തോട്ടം നനച്ച് കിളിർപ്പിക്കുന്ന പോലെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ധരിക്കുന്നത് നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാനായിരുന്നു. അതുകൊണ്ട് എന്നാൽ കർത്താവ് വളർന്നതും വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ. ഇന്ന് നമ്മൾ വളരെ അനുകൂലമായ സാഹചര്യത്തിലായിരിക്കുകയാണ്. കാരണം ഒക്കെയും നമ്മൾക്കറിയാം സാധനപാഠങ്ങളൊക്കെ നമ്മളോട് വിളിച്ചറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കൽ പോകുന്ന വളരെ സന്തോഷത്തോടുകൂടി ദൈവത്തിന് സമർപ്പിക്കാം. അവനെ കൊണ്ട് നാം ഒന്നും വാഴ്ത്തുമാറാകട്ടെ.